ഇനി 4 ദിവസമല്ലേ ഉള്ളൂ, 4 ദിവസം. പക്ഷെ അതിനു മുമ്പ് എന്തൊക്കെ പടിപൂരങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രതീക്ഷകളാണ് നടക്കുന്നത്, ഓരോ ക്യാമ്പിലും എന്തൊക്കെ ആശങ്കകളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ് ഈ എക്സിറ്റ് പോളുകളെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുകൂടിയാണ് പ്രൈം ടൈം പഞ്ച് പരിശോധിക്കുന്നത്. വിജയ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന സൂചനകളിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ആകെ. എക്സിറ്റ് പോൾ ഫലങ്ങളെയല്ല എക്സാറ്റ് പോളിനെയാണ് വിശ്വസിക്കുന്നത് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വടക്കൻ കേരളത്തിലെ ഇടതുകോട്ടകൾ പൊളിയുമെന്ന റിപ്പോർട്ടുകളും നേതൃത്വം പാടെ തള്ളുകയാണ്. ആ പ്രതികരണത്തിലേക്ക്. ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5ഓ 8ഓ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുകോട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. എക്സിറ്റ് പോളിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തെറ്റാനാണ് സാധ്യത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാര തുടർച്ച കിട്ടാനുള്ള എല്ലാ സാധ്യതയും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്ന നില തന്നെയാണ് കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. ഇനിയിപ്പോൾ 4-ാം തീയതി ഫലം വരട്ടെ. ഇതെല്ലാം വെറുതെ ഇങ്ങനെ ഓരോരോ നിരൂപണം നടത്തി പല സംശയങ്ങളുടെയും പലതിൻ്റെയും അടിസ്ഥാനത്തിൽ ആധികാരികതയില്ലാത്ത ചില വാദഗതികളാണല്ലോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലം പ്രഖ്യാപിക്കാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഫലം പ്രഖ്യാപിക്കട്ടെ. ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് കൂടുതൽ വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. പരാജയപ്പെട്ടാൽ ആരാകും പ്രതിപക്ഷ നേതാവ് എന്നതിലും ചർച്ച തുടരുകയാണ്. സലീം മാലിക് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം. സലീമേ, ഇന്നീ എന്താണ് എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ പ്രതികരിച്ച നേതാക്കളൊക്കെ തന്നെ പറഞ്ഞു വെച്ച 2 കാര്യങ്ങളുണ്ട്. അതായത് അതിലൊന്ന്, ഈ പരാജയപ്പെടുമെന്നുള്ള എക്സിറ്റ് പോളിലേക്ക് അവർ തള്ളിക്കളയുന്നു. 2, കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വെച്ച് തടിതപ്പാൻ കൂടിയാണ് അവർ ശ്രമിക്കുന്നത്. നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നല്ലോ, ഈ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നതിലൊക്കെ ചർച്ചകൾ തുടങ്ങിയെന്നൊക്കെ LDF ക്യാമ്പിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളെ തുടർന്ന് ആ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്? ജോഷി വിജയകുമാർ, എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ തന്നെ നേതാക്കളുടെ പ്രതികരണം കുറച്ചുകൂടി കരുതലോടുകൂടിയാണ്. അതായത് ഈ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി തള്ളുകയല്ല, എന്നാൽ എക്സിറ്റ് പോളുകളെ അംഗീകരിക്കുന്നുമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ ഉള്ള ശതമാനം ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കൃത്യമായിരുന്നു. എക്സിറ്റ് പോളുകൾ പറയുന്നത് പരമാവധി 69 സീറ്റ് വരെ LDF നേടും എന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഈ എക്സിറ്റ് പോളുകൾ നടത്തിയ LDF അധികാരത്തിലേക്ക് വരില്ല എന്ന് പറയുന്നവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു 2 സീറ്റെങ്കിലും കൂടുതൽ നേടിയ തന്നെ ഭരണത്തിലേക്ക് എത്തും എന്നുള്ളതാണ് LDF നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നൊരു ചോദ്യം MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭരിക്കാൻ പോകുന്ന പാർട്ടിക്ക് എന്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. ആ നിലയിൽ ഈ എക്സിറ്റ് പോളുകളിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊരു റിസൾട്ട് അവർ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. അപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ MV ഗോവിന്ദൻ മാത്രമായിരുന്നു 90 സീറ്റ് LDF നേടും എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. മറ്റെല്ലാ നേതാക്കളും വലിയ അവകാശവാദങ്ങൾ നടത്താതെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ തരംഗം, അതൊരു മൃദുതരംഗമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം എന്നൊരു വിലയിരുത്തൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ ഈ നിലയിൽ തന്നെ ആകും എന്നുള്ളതാണ് LDF പ്രതീക്ഷിച്ചിരുന്നതും. അപ്പോഴും ഏതെങ്കിലും 1-2 എക്സിറ്റ് പോളിലെങ്കിലും LDF അധികാരത്തിലേക്ക് എത്തും എന്ന് പറയുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷെ അതുണ്ടാകാത്തത് കൊണ്ടുള്ള ഒരു ആശങ്ക കൂടി ആ ക്യാമ്പിലുണ്ട്. ഒരു നേരിയ, അതായത് ഒരു കേവല ഭൂരിപക്ഷത്തിലുള്ള നേരിയ ലീഡ് അല്ലേ, ചെറിയ സാധ്യത ടുഡേസ് ചാണക്യ ഇന്ന് വൈകിട്ട് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാളെ അത് പറഞ്ഞായിരിക്കുമോ LDF പ്രതിരോധിക്കാൻ ശ്രമിക്കുക? ഉറപ്പായും അത് തന്നെയാകും ജോഷി. അതിന്റെ കാരണം ഇന്നലെ പുറത്തുവിട്ട എക്സിറ്റ് പോളുകളിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു LDFന് 69 പ്രഖ്യാപിച്ചിരുന്നത്. അത് 60 മുതൽ 69 വരെ എന്നുള്ളതായിരുന്നു. അതിലെ 69 എന്ന സംഖ്യ മാത്രം എടുത്താണ് MV ഗോവിന്ദൻ ഇന്ന് പ്രതിരോധം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നാളെ മുതലുള്ള പ്രതിരോധത്തിൽ ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോളുകൾ കൂടി എടുത്തുകൊണ്ടായിരിക്കും. പക്ഷെ കനൽ ഒരു തരി മതി എന്ന് പറയുന്നത് പോലെ 4-ാം തീയതി വരെ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു കനൽ ഒരു തരിയായി ടുഡേസ് ചാണക്യയുടെ
മുന്നണിയുടെ ഈ എക്സിറ്റ് പോൾ ഫലത്തെ ഒരുപക്ഷെ നാളെ എനിക്ക് സലീമിനോട് ഒരു കാര്യം ചോദിക്കാം. Yes. സലീമ, ഈ നമ്മൾ ഇടതു നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ ഒരു കരുതൽ ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളിനെ പാടെ തള്ളുന്നില്ല, എന്നാൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ CPM ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ടോ? അതായത് ഒരു കടുത്ത മത്സരം നടക്കുന്നുണ്ടെന്ന് CPM നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിലൊരു എഡ്ജ്, ഒരു മുൻതൂക്കം UDF-നുണ്ട്. പ്രത്യേകിച്ച് ഇടത് കോട്ടകളായിരുന്ന വടക്കൻ കേരളത്തിലടക്കം അത് പ്രകടമാണ്. അത്തരം ഒരു യാഥാർത്ഥ്യ ബോധം CPM നേതൃത്വത്തിന് ഇപ്പോഴുണ്ട് എന്ന് കരുതാൻ പറ്റുമോ? അതായത് പണ്ടൊക്കെ പറഞ്ഞതുപോലെ 100, 80, 75 എന്നൊക്കെ പറയുന്ന പതിവ് രീതിക്ക് അപ്പുറത്തേക്ക് പാർട്ടി കണക്കും എക്സിറ്റ് പോളിലെ കണക്കുമൊക്കെ ഏതാണ്ട് ഒരുപോലെ എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് CPM എത്തിയിട്ടുണ്ടോ? വിജയകുമാർ അതങ്ങനെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസമല്ല, അതിനുശേഷം ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചതിന് ശേഷം ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, അതായത് ഒരുപക്ഷേ ഭരണം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കൂടി LDF എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ LDF കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്കുകളാണ് സത്യത്തിൽ എക്സിറ്റ് പോളുകളായി വന്നത് എന്നുള്ളതാണ് ഈ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറയുന്നത്. കാരണം ഇത് വളരെ നേരത്തെ തന്നെ പരമാവധി 59 സീറ്റുകളാകും ഉറപ്പായും ജയിക്കുക, അതിനുശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിലാകും ഇത് ഉയരുക എന്നുള്ളതാണ് LDF തന്നെ നേരത്തെ കണക്ക് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള വിശകലനമാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിനു മുൻപ് 110 സീറ്റ് എന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അത് പിന്നീട് 100 എന്ന നമ്പറിലേക്ക് പോലും ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചില്ല. അത് 90 ആവുകയും ചുരുങ്ങി 80 ആവുകയും നേതാക്കളുടെ പ്രതികരണത്തിൽ പോലും 75 എന്ന നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയിലും 72 സീറ്റുകൾ 69 നിന്ന് 2 സീറ്റുകളെങ്കിലും നേടി 71ലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. TP രാമകൃഷ്ണൻ എക്സിറ്റ് പോളുകളെ തള്ളുമ്പോഴും പറയുന്നുണ്ട് ഇനി ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ പോലെയാണ് വിധിയെങ്കിൽ ആ ജനവിധി അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഭരണം ഏതായാലും നമുക്ക് ഇപ്പോൾ എക്സിറ്റ് പോളിനെ പാടെ അങ്ങ് നിരാകരിക്കുകയല്ല ഇടതുമുന്നണി ചെയ്യുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനുള്ള പിന്തുണ അത് എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ച് അതിനെപ്പറ്റി പരാമർശിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നോക്കാം, കാത്തിരിക്കാം, സാധ്യത പാടെ നിരാകരിക്കുന്നില്ല, പാടെ അടഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ ഇന്നത്തെ കണക്കും ഒരുപക്ഷെ ഇടതുമുന്നണി ക്യാമ്പിന് കുറച്ച് ശ്വാസം കിട്ടുന്നതായിരിക്കും അല്ലേ? ഞാൻ പണ്ടേ പറയില്ലേ, ഒരു ഓക്സിജൻ നൽകുന്ന കണക്കാണ്. ഞാൻ പണ്ടേ പറയില്ലേ, പിള്ളേരെ ഈ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടേ ഈ വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷ ഉണ്ടല്ലോ, ഈ 50ൽ 18 മാർക്ക് അല്ലെ 100ൽ 36 മാർക്ക് കിട്ടുമോ എന്ന് നമ്മളിങ്ങനെ കുട്ടിയും കിഴിച്ചും നോക്കുകയല്ലേ, അത് എല്ലാം കുറച്ചിട്ടും ഒരു പാസ് മാർക്ക് കിട്ടുമോ നോക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 71ലേക്ക് ഒരു സർവേയെങ്കിലും എത്തി എന്നത് CPM ഒരു ചെറിയ ആശ്വാസം ഇടത് ക്യാമ്പിന് കഷ്ടിച്ചെങ്കിലും കടന്നുകൂടാന്നല്ലേ.